സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മളൊന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അധികം ആരും ചർച്ച ചെയ്യാത്തത്, തുറന്ന് സംസാരിക്കാത്തത്, എന്നാൽ വളരെ ആളുകൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണ് ലസ്റ്റ് എന്ന പദം. മോഹമെന്നൊക്കെയാണ് അതിന് മലയാള വേദപുസ്തകത്തിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ലസ്റ്റ് എന്ന പദം മോഹം എന്ന അർത്ഥത്തെക്കാൾ ഒക്കെ അപ്പുറമായിട്ട് ലൈംഗിക ഒരു ടെംപ്റ്റേഷൻ, ഒരു പാപം, ലൈംഗിക ചിന്തകൾ അകത്ത് വേട്ടയാടപ്പെടുന്ന ഒരു അനുഭവമായിട്ട് കണ്ട് അതിനെക്കുറിച്ച് ചില ചിന്തകളാണ് ഒന്നിച്ചു പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പല ദൈവമക്കളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയാണ് ലൈംഗികപരമാകുന്ന പാപ ചിന്തകൾ ഹൃദയത്തിൽ വരിക. ലസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അതായത് കേവലം ഒരു മോഹമല്ല. യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, മോഹത്തോടുകൂടെ ലസ്റ്റ്ഫുള്ളായിട്ട് ഒരു സ്ത്രീയെ നോക്കുന്നവൻ ആ സ്ത്രീയുമായിട്ട് ആ വിധത്തിൽ വ്യഭിചാരം എന്ന പാപം ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. ഒരു ആക്ട് ചെയ്യുന്നില്ല, എന്നാൽ മനസ്സിൽ തന്നെ ആ ആക്ട് സംഭവിക്കുന്നു എന്നാണ് യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പഠിപ്പിക്കുവാനിടയായി തീർന്നത്. അപ്പോൾ ലെസ്റ്റ്ഫുൾ തോട്ട്സ്, ഈ പറഞ്ഞ ലൈംഗിക പാപം, അതിനെ ഉദ്യമിപ്പിക്കുന്ന ചിന്തകൾ ഒത്തിരി ആളുകളുടെ മനസ്സിലുണ്ട്. അനേകർ ഈ വിഷയത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും തുറന്ന് സംസാരിക്കുകയോ സഹായം ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഒരു സെഷനിൽ പാഠഭേദത്തിൽ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അനേക ദൈവദാസന്മാർ നേരിടുന്ന ഒരു പ്രശ്നമെന്ന നിലയിൽ അനേക ദൈവദാസന്മാരെ, ദൈവമക്കളെ, കരുത്തരും ശക്തരുമായവരെ വീഴ്ത്തിക്കളഞ്ഞ ഒരു വിഷയമെന്ന നിലയിൽ, അതായത് ലൈംഗിക പാപങ്ങൾ, ഈ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. പ്രാർത്ഥനാപൂർവം നാം മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ആളുകളെ സഹായിക്കുകയും സ്വയം നമ്മൾ ഈ വിഷയത്തിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് എടുക്കുവാനുള്ള കാരണങ്ങൾ, ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം. ഞാൻ മനസ്സിലാക്കുവാനിടയായി തീർന്ന ഒരു കാര്യം, അനേക അനുഗ്രഹിക്കപ്പെട്ട ചെറുപ്പക്കാരാകുന്ന ദൈവദാസന്മാർ അവർ അവരുടെ ശുശ്രൂഷയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് വലിയ ടെംപ്റ്റേഷൻസിനെ നേരിടുന്നതായിട്ട് എനിക്ക് ചുറ്റും കാണുന്നു. വലിയ പ്രലോഭനങ്ങൾ, ലൈംഗിക പാപങ്ങളിൽ വീഴത്തക്കൊണ്ടുള്ള വലിയ പ്രലോഭനങ്ങൾ. അവരുടെ ശുശ്രൂഷയുടെ കുറവ് കൊണ്ടല്ല, കൃപാവരത്തിൻ്റെ കുറവല്ല, വിശ്വസ്തതയുടെ കുറവല്ല, പക്ഷേ അവർ പ്രലോഭിക്കപ്പെടുന്നു. പ്രലോഭനത്തിന് പല കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും അവർക്കുള്ള അനിതര സാധാരണമാകുന്ന ശുശ്രൂഷ അവരെ മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് പാത്രമാക്കുമ്പോൾ, ഒരു സെലിബ്രിറ്റിയെ പോലെ അവരറിയപ്പെടുവാൻ തുടങ്ങുമ്പോൾ, സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് സെക്സിലുള്ള പലർക്കും അവരോട് വീരാരാധന തോന്നുന്നു. അത്തരം വീരാരാധനകൾ വഴിവിട്ട ബന്ധങ്ങൾക്ക് കാരണമായിത്തീരുന്നു. ഇതൊക്കെ ലോകത്തിലെല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. സെക്കുലർ ഫീൽഡിൽ നമുക്കറിയാം, നടന്മാരോട് അല്ലെങ്കിൽ നടിമാരോട്, സെലിബ്രിറ്റീസായിട്ടുള്ള ആളുകൾക്ക് അതിര് കടന്ന ആരാധന മൂത്ത് അത് ഭ്രാന്ത് പോലെയായി മാറി അവർക്ക് വേണ്ടി ശരീരം കാഴ്ചവെക്കുവാൻ പോലും തയ്യാറാകുന്ന ഒത്തിരി ആളുകൾ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം വേടൻ എന്ന് പറയുന്ന ആ ഒരാളിനെക്കുറിച്ച് കുറേ വിവാദപരമാകുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. കുറേ സോഷ്യൽ മീഡിയ ചാനലുകൾ പറഞ്ഞു, വേടന് വേണ്ടി ഈ കേസുകളെല്ലാം ഉണ്ടെങ്കിലും, ഈ ആരോപണങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും, ആരാധന മൂത്ത ആളുകൾ ഇന്നും വേടൻ്റെ മുമ്പിൽ, അതായത് വേടൻ്റെ വീടിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കുമെന്ന് ചിലരൊക്കെ പറയുന്നത് കേൾക്കുവാനിടയെ തീർന്നു. വേടൻ്റെ പേരെടുത്തത് ഇപ്പോൾ ആ ഒരു സംഭവം നടന്നതുകൊണ്ട്, ആ ഒരു ചർച്ച നടക്കുന്നത് കൊണ്ട് മാത്രമാണ്. വേടൻ മാത്രമല്ല, അങ്ങനെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരുടെയൊക്കെ അത് ഒരുപക്ഷെ കളിക്കാരാകാം, ഫിലിം ഫീൽഡിലുള്ളവരാകാം,
ഇവരുടെയൊക്കെ മുമ്പിൽ കാവൽ കെട്ടിക്കിടക്കുന്ന അർദ്ധരാത്രിക്കും അവരെ ഒന്ന് കാണുമെങ്കിലും ചെയ്യുവാനുള്ള കൊതിയോടുകൂടെ അവരുടെയൊക്കെ ഗേറ്റിന് മുമ്പിൽ കാത്തുകെട്ടിക്കിടക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ മൊബൈൽ ജീവിക്കുന്നത് കൊണ്ടറിയാം. ഷാരൂഖ് ഖാൻ്റെയും അമിതാഭ് ബച്ചൻ്റെയും ഒക്കെ വീടിൻ്റെ മുമ്പിൽ അങ്ങ് നോർത്ത് ഇന്ത്യയിൽ UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ട്രെയിൻ പിടിച്ച് ആളുകൾ വന്നിട്ട് കാവൽ കിടക്കുകയാണ്. അർദ്ധരാത്രിക്കൊക്കെ ആയിരിക്കും ട്രെയിൻ പിടിച്ച് ഈ വീടിന് മുമ്പിൽ വരുന്നത്. കാത്തുകെട്ടി കിടക്കുകയാണ്. അതായത് ഇയാളെ ഒന്ന് കാണുകയെല്ലാം ചെയ്യണം. അടുത്ത ദിവസം പ്രഭാതത്തിൽ 10 മണിയോ 11 മണിയോ അദ്ദേഹം എഴുന്നേറ്റ് വലുതേപ്പും കുളിയും പ്രാതലും ഒക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ ആ ബാൽക്കണിയിലോട്ട് വന്നിട്ട് കൈയൊന്ന് വീശി കാണിക്കും. ഇവർ കടന്ന് ബഹളമുണ്ടാക്കും. എന്നിട്ട് തിരിച്ചു പോകും. ആ കൈവീശലോടുകൂടെ തീർന്നു. അടുത്ത ബാച്ച് അടുത്ത ട്രെയിനുകളിൽ വന്നിറങ്ങും. അങ്ങനെ കാവൽ കെട്ടിക്കിടക്കുന്ന ആരാധകർ സെക്കുലർ ഫീൽഡിൽ ഉള്ളതുപോലെ തന്നെ ക്രൈസ്തവ മേഖലയിലും ശുശ്രൂഷയിൽ നന്നായി തിളങ്ങുന്ന, നന്നായി നിൽക്കുന്ന ദൈവദാസനോട്, ദൈവദാസിയോടൊക്കെ ആരാധന മൂത്ത് അങ്ങനെ കാവൽ കെട്ടിക്കിടക്കാൻ പോലും പലരും തയ്യാറാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ലായിരിക്കാം. ഞാനെൻ്റെ ശുശ്രൂഷ ആരംഭിച്ച കാലത്ത് വളരെ പ്രായം ചെന്ന ഒരു ദൈവദാസൻ എനിക്ക് തന്ന ഒരു ഉപദേശമാണ്, അതായത് ഭക്തി അഭിനയിച്ചു വരുന്ന പെൺകുട്ടികളെ അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മൾ ഈ ശുശ്രൂഷയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ, ഞാൻ ശുശ്രൂഷയൊക്കെ തുടങ്ങിയത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് ശുശ്രൂഷിക്കുന്നു, മീറ്റിങ്ങുകൾക്ക് പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നു. അവിടെ കൊച്ചു പെൺകുട്ടികൾ ഒരു പക്ഷേ വന്ന് വലിയ ഭക്തിയോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഭക്തി അഭിനയിച്ച് വരുന്ന ഇത്തരം കുട്ടികളെ ഒഴിവാക്കി നിർത്തുക. കാരണം ഭക്തി മൂത്ത് അത് പിന്നെ ആരാധനയൊക്കെയായി പ്രലോഭനങ്ങൾക്ക് വശംവദപ്പെടുവാൻ വീഴുവാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ള ആ ഒരു നല്ല മുന്നറിയിപ്പ് ഇത് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി വാർത്തകൾ ഞാൻ കേൾക്കുന്നു. ഒത്തിരി ആളുകൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ അവർ നേരിടുന്ന ഇത്തരം പ്രലോഭനങ്ങളെക്കുറിച്ച് ചുറ്റും കേൾക്കുന്നു. അതുകൊണ്ട് ഇത് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ്. പല ചെറുപ്പക്കാരും ലസ്റ്റിനെ അതിജീവിക്കുവാൻ, അതായത് ലൈംഗിക പ്രലോഭനമുള്ള അത്തരത്തിലുള്ള മോഹങ്ങളെ, ചിന്തകളെ അതിജീവിക്കുവാൻ സ്ട്രഗിൾ ചെയ്യുന്നത് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ സഹായിക്കണമെന്നുള്ള വലിയ ആഗ്രഹം ഹൃദയത്തിലുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, പലരും കൗൺസിലിങ്ങിന് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ആത്മിക ഗോളത്തിൽ തന്നെ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളതിനുള്ള അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഈ ഒരു വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടതാണെന്നും നമ്മൾ നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് നിലനിന്നാൽ അതിജീവിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായി. ഇന്നത്തെ പാഠഭേദം അല്പം അതുകൊണ്ട് നീണ്ടതായിരിക്കും, ദയവായിട്ട് ക്ഷമിക്കുക. ഈ വിഷയം എൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഹൗ ടു ഓവർകം ലസ്റ്റ്, എങ്ങനെയാണ് മോഹത്തെ അല്ലെങ്കിൽ ലൈംഗികമാകുന്ന പ്രലോഭനങ്ങളെ, ഹൃദയത്തിലുള്ള ചിന്തകളെ അതിജീവിക്കുവാൻ കഴിയുന്നത് എന്ന ഒരു ടോപ്പിക്ക് ഹൃദയത്തിൽ വന്നപ്പോൾ ആ സമയം മുതൽ തന്നെ ഞാൻ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 1-2 ദിവസങ്ങളല്ല, ഒരു പക്ഷേ ആഴ്ചകൾ, മാസങ്ങൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ച് ദൈവാത്മാവ് നൽകിയ നിയോഗങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ചില പാഠങ്ങളുമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. ഇത് കേവലം ചെറുപ്പക്കാർക്കോ ശുശ്രൂഷകർക്കോ മാത്രമുള്ള ഒരു പാഠമല്ല, മറിച്ച് ഏത് പ്രായത്തിലുള്ളവർക്കും ഈ പറഞ്ഞ ലസ്റ്റ്ഫുള്ളായിട്ടുള്ള, ലസ്റ്റ് നിറഞ്ഞ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് എല്ലാവർക്കുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ചെറുപ്പക്കാർക്ക് മാത്രമല്ല, ഒരുപക്ഷെ പ്രായം കൂടിയവർ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു മേഖലയായിരിക്കാം ഈ ലൈംഗികപരമാകുന്ന ചിന്തകൾ ഹൃദയത്തെ വേട്ടയാടുക. അവരുടെ ശരീരത്തിന് പ്രായത്തിൻ്റെ വർധനവ് കൊണ്ട് ഒരുപക്ഷെ ആരോഗ്യക്കുറവോ ഒക്കെ ഉണ്ടാകാം. പക്ഷേ മനസ്സിൻ്റെ അകത്ത് ലസ്റ്റ് വരുന്ന ആ മണ്ഡലത്തിൽ അവർക്കൊരു പക്ഷേ വലിയ ആക്രമണങ്ങൾ ഇപ്പോഴും നേരിടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ വിഷയം നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഗോവിന്ദചാമി എന്ന് പറയുന്ന വ്യക്തി.
ഗോവിന്ദചാമിയെ ഒരു മനുഷ്യമൃഗമായിട്ടാണ് ആളുകൾ കാണുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെതാകുന്ന ഈ പറഞ്ഞ ഉള്ളിലുള്ള ആ ലസ്റ്റ്, ആ ഒരു പാപ സ്വഭാവം, അതിനെ അദ്ദേഹം കയറൂരി വിടുകയാണ്. കീഴടക്കുവാൻ കഴിയുന്നില്ല. ഗോവിന്ദചാമിയുടെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ആ വലിയൊരു ശ്രമമാണ്. ഇപ്പോൾ ജയിലിൽ ചാടിയതും അദ്ദേഹം തൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള ആ വലിയൊരു ലെസ്ഫുള്ളായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണെന്ന് ആളുകൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന വിഷയം എത്ര ഗൗരവമുള്ളതാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അപ്പോൾ ഗോവിന്ദചാമി എന്ന മനുഷ്യനെ മനുഷ്യ മൃഗമാക്കി മാറ്റുന്നത് അയാളുടെ അകത്തുള്ള ആ ഒരു ലെസ്റ്റിനെ, ആ ഒരു പാപ സ്വഭാവത്തെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നിയന്ത്രിക്കണം എന്നുള്ള ചിന്ത അയാൾക്കുണ്ടാകുന്നില്ല. അതിനെ കയറൂരി വിട്ട് അയാൾ ജീവിക്കുന്നു. കയറൂരി വിട്ട് ജീവിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ദൈവമക്കൾ അകത്തുള്ള ഈ ലെസ്റ്റിനെ കയറൂരി വിട്ടുകഴിഞ്ഞാൽ എത്ര വലിയ സങ്കടമായിരിക്കും ആ വ്യക്തിയുടെ ജീവിതം, എത്ര വലിയ പാപങ്ങളിൽ വീഴുവാനുള്ള സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ ഞാൻ നടത്തിയ പല കേസ് സ്റ്റഡികളിലും, അതായത് വീണുപോയ ഉന്നതന്മാരാകുന്ന ദൈവദാസന്മാർ എന്തുകൊണ്ട് വീണു, അവരുടെ ജീവിതത്തിൽ ലസ്റ്റ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ലൈംഗിക ആ ഒരു മോഹം, അതിനെ അവർ കയറൂരി വിട്ടത് എന്തുകൊണ്ടാണ് എന്നൊക്കെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഗോവിന്ദചാമിമാർ പലരും മാന്യന്മാരുടെ ഇടയിലുമുണ്ട്. ഇങ്ങനെയുള്ള ചേതനകളെ, ചിന്തകളെ, ഇങ്ങനെയുള്ള അതിമോഹങ്ങളെ താലോലിച്ച് ജീവിക്കുന്നവരുണ്ട്. അവസരം കിട്ടിയാൽ അവരും ഇത്തരം പാപങ്ങൾ ചെയ്യുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായി. കാരണം ഒരു വളരെ പ്രസിദ്ധനാകുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്കൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മരണം ഈ കഴിഞ്ഞ മാസമായിരുന്നു. താൻ തന്നെ പബ്ലിക്കലി വന്ന് ഞാൻ പാപം ചെയ്തു എന്ന് തുറന്ന് സമ്മതിച്ച ഒരു വലിയ ടെലി ഇവാഞ്ചലിസ്റ്റ്. അദ്ദേഹത്തെ പോലീസ് പിടിക്കുന്നത് ഒരു വേശ്യാസ്ത്രീയോട് കൂടെയാണ്. അപ്പോൾ ആ വേശ്യാസ്ത്രീയുമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ ഇന്നും അവൈലബിളാണ്. അതായത് മീഡിയ ഹൗസുകൾ ചെന്ന് ആ സ്ത്രീയോട് ചോദിച്ചു, ഈ പാസ്റ്ററും നീയുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നുണ്ട്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ പാസ്റ്റർ സ്ക്രീനിൽ കാണുന്ന ലൈഫ് അതായിരുന്നില്ല. അതായത് അദ്ദേഹം ടെലിവിഷനിൽ കൂടെ കാണിച്ച ആ ഒരു വ്യക്തിയെ ആയിരുന്നില്ല ഈ വേശ്യാസ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ ഒരു വ്യക്തി. വളരെ ലെസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു വ്യക്തി, ആകെ മുഴുവൻ ലൈംഗിക പാപം കൊണ്ട് നിറഞ്ഞ. അങ്ങനെ ലൈംഗിക പാപം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോരോ പുതിയ വൾഗറായിട്ടുള്ള ഇമാജിനേഷൻസ്, ആ ഇമാജിനേഷന് അനുസരിച്ച് ഒരു സ്ത്രീയെ ഒരു ഒബ്ജക്റ്റായി കണ്ട് ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി. അതുകൊണ്ടും തീരുന്നില്ല. ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ പാസ്റ്റർ കൂടെ പിടിക്കപ്പെട്ട ആ സ്ത്രീ പറയുന്നത്, ഒരു സമയത്ത് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന് 9 വയസ്സുള്ള ഒരു മകളുണ്ടെന്നറിഞ്ഞിട്ട് ആ മകളെക്കുറിച്ച് അയാൾ അന്വേഷിക്കുകയും ആ മകളെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതാരാണ്? ഇത് ലോകത്തെ ഇളക്കി മറിച്ച ഒരു വലിയ ടെലി ഇവാഞ്ചലിസ്റ്റ്, ഒരു സുവിശേഷകൻ. ആ ആളുടെ മനസ്സിൽ ഒരു വേശ്യാഗ്രഹത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, അവളുടെ മകളുടെ മേൽ പോലും കണ്ണുവെച്ച ഒരു ഗോവിന്ദചാമിയെയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. അത്ര അധാർമികമായിട്ട് ലെസ്റ്റ്ഫുള്ളായിട്ടുള്ള ഒരു ഇമാജിനേഷനിൽ അങ്ങനെയുള്ള വൾഗറായിട്ടുള്ള ഒരു സ്വഭാവം അകത്ത് ഒതുക്കി ജീവിക്കുന്ന മനുഷ്യൻ. ഇവരെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ ലെസ്റ്റോടുകൂടെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. കാരണം ഈ മനുഷ്യൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ലെസ്റ്റ് ഒരു സ്ത്രീയെ ഒരു ഒബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒബ്ജക്റ്റായിട്ട് കണ്ട് തൻ്റെ ഈ പറഞ്ഞ ചേതോ വികാരങ്ങളെ ഗ്രാറ്റിഫൈ ചെയ്യുവാൻ, അതിനെ സംതൃപ്തിപ്പെടുത്തുവാൻ ആ വ്യക്തി ആ സ്ത്രീയുടെ ഒരു ഡിഗ്നിറ്റി ഒന്നും തന്നെ ചിന്തിക്കാതെ, അവളൊരു മകളാണെന്നോ കൊച്ചുകുട്ടിയാണെന്നോ ആ ഒരു ഓണർ ഒന്നും കൊടുക്കാതെ
ഒരു ഒബ്ജക്റ്റായി മാത്രം കണ്ട് ചിന്തിക്കുമ്പോൾ ആ വ്യക്തി ശരിക്കും ഒരു മനുഷ്യമൃഗമാകുകയാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ജിമ്മി സാഗർട്ടിനെ കുറിച്ചാണ്. ജിമ്മി സാഗർട്ടിനെ ആരും ഗോവിന്ദചാമിയെപ്പോലെ ഒരു മനുഷ്യമൃഗമായി വിളിച്ചില്ല. പക്ഷേ സത്യം അതാണ്, ഇവരുടെ എല്ലാം ഉള്ളിൽ ഒരു മനുഷ്യമൃഗം ഉറങ്ങിക്കിടക്കുന്നു. ലസ്റ്റ് എന്ന് പറയുന്ന ആ സ്വഭാവം അവരെ ഒരു മൃഗമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദേശം കേൾക്കുമ്പോൾ, പാഠഭേദം കേൾക്കുമ്പോൾ, നിങ്ങളിൽ ചിലരുടെയെങ്കിലും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മൃഗമുണ്ട്, ഒരു ലസ്റ്റുണ്ട്. അതിനെ കീഴടക്കിയേ മതിയാകുകയുള്ളൂ. അതിനെ കീഴടക്കിയില്ലെങ്കിൽ അകത്ത് പതിയിരിക്കുന്ന ആ മൃഗത്തെ കീഴടക്കി അതിന്മേൽ ജയമെടുത്തില്ല എങ്കിൽ ആ ലസ്റ്റ് നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന, പത്രോസ്ലീഹ എഴുതിയതുപോലെ നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന, നമ്മുടെ അകത്ത് നമ്മുടെ ആത്മാവിനോട് പോരാടുന്ന ശരീരത്തിൻ്റെ അഭിലാഷകൾ അത് നമ്മെ തോൽപ്പിക്കും. അത് നമ്മുടെ നിത്യത പോലും നഷ്ടപ്പെടുത്തുമെന്നുള്ളത് നമ്മൾ മറന്നു പോകല്ലേ. ആദ്യം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ പ്രസക്തി, അതായത് ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, പലരും തുറന്ന് സമ്മതിക്കാത്തത്, പലരും തുറന്ന് സംസാരിക്കാത്തത്, പലരും ഇങ്ങനെയുള്ള ലസ്റ്റ് എനിക്കുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഹായിക്കണമെന്ന് പറയാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. വളരെ ഓപ്പണായിട്ട് ഒരു വലിയ കടപ്പാട് പോലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ആത്മീക ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി, അതായത് ചെറുപ്പക്കാരായ അനേക ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ഈ ഒരു സബ്ജക്റ്റ് ഞാൻ ഇന്ന് വളരെ പ്രാർത്ഥനാപൂർവം കൈകാര്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥനയോടുകൂടിയായിരുന്നു. മാസങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ പഠിപ്പിക്കണം, എങ്ങനെയാണ് ലസ്റ്റിനെ അതിജീവിക്കുവാൻ കഴിയുന്നത്, ലസ്ഫുള്ളായിട്ടുള്ള ലൈംഗിക ചിന്തകളെ എങ്ങനെയാണ് അതിജീവിക്കുവാൻ കഴിയുന്നത് എന്നെ പഠിപ്പിക്കണമെന്ന് ഞാൻ നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല സമയങ്ങളിലായി ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ചെറുതായിട്ട് കർത്താവ് നൽകിയ ചില ആലോചനകൾ ഒന്ന് സംക്ഷിപ്ത രൂപത്തിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വേദപുസ്തകം ലൈംഗിക പാപങ്ങളെ അതിജീവിക്കുവാൻ, അല്ലെങ്കിൽ ലസ്റ്റിനെ അതിജീവിക്കുവാൻ വേദപുസ്തകം കൃത്യമായി പറയുന്ന ഒരു മെത്തേഡുണ്ട്. എന്താണ് മെത്തേഡ് എന്നറിയാമോ? മോഹത്തെ അതിജീവിക്കുവാൻ, അതായത് ലൈംഗിക പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള മെത്തേഡ് എന്താണ്? ഇത് ഞാൻ പറയുമ്പോൾ പലപ്പോഴും ഈ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കുന്നവർ ചിന്തിക്കും അബ്സ്റ്റെയിനിങ്, അതായത് ഒഴിവാക്കുക എന്നുള്ളതാണ് ലൈംഗിക പാപങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു മെത്തേഡെന്ന് ആളുകൾ ചിന്തിക്കും. അങ്ങനെ സന്യാസ ജീവിതമൊക്കെ നയിക്കുന്ന ആളുകളുണ്ട്. അതായത് ലസ്റ്റിനെ ജയിക്കുവാൻ അവർ അബ്സ്റ്റെയിൻ ചെയ്യുന്നു. ഈ ഒരു കാര്യത്തിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യുകയും മാത്രമല്ല അതിനെ കീഴടക്കി ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണോ ബിബ്ലിക്കൽ മെത്തേഡ്? അല്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്ന ചില വാചകങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുകയാണ്. ഞാൻ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഉപയോഗിക്കുന്നത്, എന്നാൽ മലയാളത്തിൽ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. എന്താണ് അവിടെ പറയുന്നത്? സെക്ഷുവൽ ഇമ്മൊറാലിറ്റിയെക്കുറിച്ച്, ലൈംഗിക പാപങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ബട്ട് ബിക്കോസ് ദർ ഈസ് സോ മച്ച് സെക്ഷുവൽ ഇമ്മൊറാലിറ്റി, അതായത് ഒത്തിരി ലൈംഗിക പാപങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത് കൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, 1 കൊരിന്ത്യർ ലേഖനം എഴുതുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ, കൊരിന്തിലുള്ള പാപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഒരു ലൈംഗിക അതിക്രമം, ഒരു അശുദ്ധി, ദുർനടപ്പിനെക്കുറിച്ച് പൗലോസ് അറിഞ്ഞ വാർത്തയാണ്. എന്തായിരുന്നു ദുർനടപ്പ്? കൊരിന്ത് സഭയിലെ ഒരു വിശ്വാസി തൻ്റെ അപ്പൻ്റെ ഭാര്യയെ തൻ്റേതായി വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം നമുക്കറിയാം, ബഹുഭാര്യത്വമുള്ള ഒരു കാലത്ത് അപ്പൻ പിന്നീട് വളരെ ചെറുപ്പക്കാരത്തിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഏകദേശം ഈ മകൻ്റെ ഏജിൽ തന്നെയുള്ള, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ് അപ്പൻ വിവാഹം കഴിച്ചതെന്ന് ചിന്തിക്കുക. അപ്പോൾ അപ്പൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മയല്ല, മറിച്ച് അമ്മയായി കാണേണ്ട സ്ത്രീ, പ്രായം കൊണ്ടാകുകയില്ല. ആ സ്ത്രീയെ ഇപ്പോൾ അവൻ സ്വന്തം ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു.
ഇത് വലിയ ദുർനടപ്പാണ്, വലിയ പാപമാണ്. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിലാണ് കൊരിന്ത് ലേഖനം എഴുതുന്നത്. അപ്പോൾ കൊരിന്ത് സഭയ്ക്കകത്ത് നടക്കുന്ന പാപത്തിൻ്റെ ആ ഒരു ഡെപ്ത് കണ്ടിട്ട്, അല്ല ചുറ്റും നടക്കുന്ന ഇത്തരം ലൈംഗികമാകുന്ന പാപങ്ങളെ കണ്ടിട്ട് പൗലോസ് പറയാണ്, പല ട്രാൻസ്ലേഷൻ എല്ലാം ഏകദേശം ഒരേ അർത്ഥമാണ്, ബട്ട് ബിക്കോസ് ദെയർ ഈസ് സോ മച്ച് സെക്ഷൽ ഇമ്മോറാലിറ്റി, ഒത്തിരി പാപം നമുക്ക് ചുറ്റും നടക്കുന്നത് കൊണ്ട്, അതായത് ലൈംഗിക പാപങ്ങൾ സഭയ്ക്കകത്ത് ഒത്തിരി നടക്കുന്നത് കൊണ്ട്, ഈ വാചകം ഇന്നും പ്രസക്തമായതുകൊണ്ടാണ് ഇങ്ങനെയൊരു പാഠഭേദം, ദീർഘമായ ഒരു പഠനം തന്നെ നടത്തുവാൻ ഇടയായിത്തീർന്നത്. ഈച്ച് മെൻ ഷുഡ് ഹാവ് സെക്ഷുവൽ റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഓൺ വൈഫ് ആൻഡ് ഈച്ച് വുമൺ വിത്ത് ഹെർ ഓൺ ഹസ്ബൻഡ്. പൗലോസ് പറയുകയാണ്, ദുർനടപ്പ് നിമിത്തം ചുറ്റും ഒത്തിരി ദുർനടപ്പ് നടക്കുന്നു. ഇതിൻ്റെ സൊല്യൂഷൻ എന്താ? ഈ ലൈംഗിക പാപങ്ങളെയെല്ലാം ബലം പിടിച്ച് കീഴടക്കി മെരുക്കിയെടുത്ത് സെലിബസിയൊക്കെ നയിച്ച് സന്യാസിമാരെ പോലെ ജീവിക്കണം എന്നല്ല പൗലോസ് പറയുന്നത്. മറിച്ച് പൗലോസ് പറയുന്നത്, ദുർനടപ്പ് നിമിത്തം ദുർനടപ്പിനെ അവോയ്ഡ് ചെയ്യുവാൻ എല്ലാ പുരുഷന്മാർക്കും അവരുടെ ഭാര്യമാരുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടാകണം. എപ്രകാരമുള്ള ബന്ധമുണ്ടാകണം? ഈച്ച് മെൻ ഷുഡ് ഹാവ് സെക്ഷുവൽ റിലേഷൻസ് വിത്ത് ഹിസ് ഓൺ വൈഫ്. അവൻ്റെ സ്വന്തം ഭാര്യയുമായിട്ട് ആരോഗ്യകരമാകുന്ന ഒരു ശാരീരിക ലൈംഗിക ബന്ധം ഉണ്ടായിരിക്കണം. പല ട്രാൻസ്ലേഷൻ, ബട്ട് ബിക്കോസ് ദെയർ ഈസ് സോ മച്ച് സെക്ഷൽ ഇമ്മൊറാലിറ്റി ഈച്ച് മെൻ ഷുഡ് ഹാവ് ഹിസ് ഓൺ വൈഫ്. അവൻ്റെ സ്വന്തം ഭാര്യ ഉണ്ടായിരിക്കണം. ഈച്ച് വുമൻ ഷുഡ് ഹാവ് ഹെർ ഓൺ ഹസ്ബൻഡ്. എല്ലാ സ്ത്രീകൾക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം. NIV-യിൽ എഴുതിയിരിക്കുന്നത്, അവർക്ക് സ്വന്തം ഭാര്യയുമായി ഭർത്താവുമായി നല്ല ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ, ലൈംഗിക പാപങ്ങളെ, ലെസ്റ്റിനെ അതിജീവിക്കുവാൻ വേദപുസ്തകം വെച്ചിരിക്കുന്ന മെത്തേഡാണ് വിവാഹം. വിവാഹത്തിലെ ആരോഗ്യകരമാകുന്ന ലൈംഗിക ബന്ധം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചില സമൂഹങ്ങൾ ഈ ലൈംഗിക ബന്ധത്തെ, വിവാഹത്തിലെ ലൈംഗിക ബന്ധത്തെ പോലും പാപമായി കാണുന്ന സമൂഹങ്ങളുണ്ട്. അതായത് പ്രത്യുൽപാദനത്തിന്, കുട്ടികളെ ജനിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് വിവാഹം എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലുമുണ്ട്. ഫാമിലി പ്ലാനിങ്ങിനെ എതിർക്കുന്ന ആളുകളെ കേട്ടിട്ടില്ലേ? അതായത് അവർ പറയുന്നത്, ഫാമിലി പ്ലാനിങ് പാപമാണ്, കാരണം കുട്ടികളെ ജനിപ്പിക്കുക എന്നത് മാത്രമാണ് ലൈംഗിക ബന്ധത്തിൻ്റെ ഉദ്ദേശം എന്ന് ഒരു തെറ്റിദ്ധാരണ എങ്ങനെയൊക്കെയോ ചില സഭാ സമൂഹങ്ങൾക്കകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ചില സഭകളിലെ പുരോഹിതന്മാർക്ക് വിവാഹം കഴിക്കാൻ പറ്റുകയില്ല, അല്ലെങ്കിൽ അവരുടെ ബിഷപ്പുമാർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല, പാസ്റ്റേഴ്സിനും വിവാഹം കഴിക്കാൻ പറ്റാത്ത സമൂഹങ്ങളുണ്ട്. കാരണം അവരുടെ ചിന്ത സ്ത്രീ പുരുഷ ബന്ധം അത് ഒരു കുറവുള്ള സംഗതിയാണ്. സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ലൈംഗിക വിഷയങ്ങളിലൊക്കെ അബ്സ്റ്റെയിൻ ചെയ്ത് ജീവിച്ചാൽ അതെന്തോ വലിയ ദിവ്യത്വമാണെന്നും അതൊരു വലിയ മഹത്വമുള്ള കാര്യമാണെന്നും എങ്ങനെയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു. പൗലോസ് പഠിപ്പിക്കുകയാണ്, സെക്ഷുവൽ ഇമ്മോറാലിറ്റി അവോയ്ഡ് ചെയ്യുവാൻ, ലൈംഗിക പാപങ്ങളുടെ മേൽ, ലെസ്റ്റ്ഫുള്ളായിട്ടുള്ള തിങ്കിങ്ങിൻ്റെ മേൽ, അങ്ങനെയുള്ള ചിന്തകളുടെ മേൽ ജയമെടുക്കുവാൻ, ഹൃദയത്തിൽ ചെയ്യുന്ന വ്യഭിചാരത്തിൻ്റെ മേൽ, അല്ലേ യേശു കർത്താവ് പറഞ്ഞത് മത്തായി സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിൽ, ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യാം. അപ്പോൾ ഹൃദയം കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം, ലുക്കിംഗ് എ ലേഡി വിത്ത് ലസ്റ്റ്, ഒരു സ്ത്രീയെ ഈ പറഞ്ഞ മോഹത്തോടുകൂടെ അല്ലെങ്കിൽ ലസ്റ്റോടുകൂടെ, ലൈംഗികമാകുന്ന ആഗ്രഹത്തോടുകൂടെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ആ സ്ത്രീയോടുള്ള ബഹുമാനമെല്ലാം നഷ്ടപ്പെടുത്തിയിട്ട്, ഉള്ളിൽ ആ സ്ത്രീയെക്കുറിച്ച് ഒരു ആദരവുമില്ലാതെ അയാളുടെ ഹൃദയത്തിലുള്ള ആ ലൈംഗിക ചേതനയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന, അതിനെ ഗ്രാറ്റിഫൈ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റായിട്ട് അവളെ കൺസിഡർ ചെയ്തുകൊണ്ട് നോക്കുന്ന വലിയ ഒരു പാപം. അപ്പോൾ ആ പാപത്തെ ജയിക്കുവാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അതിൽ നിന്ന് അബ്സ്റ്റെയിൻ ആകുകയല്ല, മറിച്ച് ആരോഗ്യകരമാകുന്ന കുടുംബജീവിതം ഉണ്ടാകണം, കുടുംബ ബന്ധമുണ്ടാകണം. വെറുതെ കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞല്ലോ, പല സമൂഹങ്ങളിലും ഒരു തെറ്റിദ്ധാരണയുണ്ട്. സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് കുട്ടികൾ ജനിക്കുവാൻ വേണ്ടി മാത്രമുള്ള ബന്ധമാണെന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെ അല്ല, വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. സ്ത്രീയും പുരുഷനും വിവാഹത്താൽ ഒന്നിപ്പിക്കപ്പെട്ട ഒരു ശരീരമായി തീർന്ന അവരുടെ ഇടയിൽ
നടക്കുന്ന ശാരീരികമാകുന്ന എല്ലാ ബന്ധങ്ങളും അനുഭവങ്ങളും അത് സ്വർഗീയമാണ്, അത് ഡിവൈനാണ്, അത് ദൈവദത്തമാണ്, അത് പവിത്രമാണ്, വിശുദ്ധമാണ്, മാന്യമാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. പക്ഷേ തെറ്റായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ, അതായത് ഇത് തൻ്റെ മോശപ്പെട്ട കാര്യമാണെന്നും സെലിബസിയാണ് മഹത്വമെന്നും പഠിപ്പിക്കുന്നവർ, അവരുടെ ചർച്ചിലെ വിവാഹിതരായ വിശ്വാസികളുടെ ഉള്ളിൽ പോലും ഒരു തെറ്റിദ്ധാരണ ഇടുന്നു, ഇത് എന്തോ മോശപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് പല കുടുംബങ്ങളിലും ഈ ലൈംഗിക വിഷയങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പോലും ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അത് അവർ അതിൽ സന്തോഷിക്കുന്നത്, അങ്ങനെയുള്ള തെറ്റായ പഠിപ്പീരുകൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ഒരു മെസ്സേജ് കേൾക്കുകയായിരുന്നു. തകരുന്ന കുടുംബങ്ങളെക്കുറിച്ചുള്ള ഒരു മെസ്സേജാണ്. ട്രിവാൻഡ്രത്തുള്ള സാം പാസ്റ്ററുടെ ആ മെസ്സേജ് ഞാൻ കേട്ടപ്പോൾ അദ്ദേഹത്തിനകത്ത് ജോസാനത്താനം നടത്തിയ ഒരു കുടുംബ ധ്യാനത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. ആ കുടുംബ ധ്യാനത്തിൽ പ്രായമുള്ള ആളുകൾ വരെ, ദമ്പതികൾ ആ ധ്യാനത്തിൽ പങ്കെടുത്തു. നല്ല പ്രായമുള്ള വൃദ്ധരായ ആളുകൾ പോലും പങ്കെടുത്തു. അപ്പോൾ ഞാൻ കേട്ട കാര്യം ഇങ്ങനെയാണ്. ഈ ജോസാനത്താനം ബ്രദർ ഈ ദമ്പതികളോട് പറഞ്ഞു, നിങ്ങൾ ഓരോ കസേര വലിച്ചിട്ട് ഒരു സൈഡിൽ മുഖാമുഖം അല്പനേരം ഒന്ന് നോക്കിയിരിക്കുക. അല്പനേരം ഒരാൾ മറ്റൊരാളുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയിരിക്കുക. ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒന്നും സംസാരിക്കേണ്ട, മിണ്ടണ്ട, രണ്ടുപേരും കണ്ണിൽ ഒന്ന് നോക്കിയിരിക്കുക. അങ്ങനെ കുറേ ദമ്പതികൾ, പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ കസേര വലിച്ചിട്ട് മുഖാമുഖം നോക്കിയിരിക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അതിനകത്തെ ഒരു അപ്പച്ചനെ, അവർ പറഞ്ഞ പേരൊക്കെ മറന്നുപോയി, ഞാനൊരു പേരങ്ങ് പറയുക കേട്ടോ. അതിനകത്തെ ഒരു അപ്പച്ചന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ നിയന്ത്രണവും വിട്ട് ചുറ്റും ആൾക്കാരിയ്ക്കുന്നതെന്നൊക്കെ മറന്നിട്ട് അപ്പച്ചൻ വിളിച്ചു പറയുക, അന്നക്കുട്ടി നീ ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. 19 വർഷം ഒന്നിച്ച് ജീവിച്ചതാണ് കേട്ടോ. സാമ്പാഷ്ട ഭാഷയിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വിവാഹത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ 5-6 കുട്ടികളൊക്കെ ഉണ്ടായി. അതൊക്കെ ഇങ്ങനെ വഴിയാൻ വണ്ണം വന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പ്രത്യേകിച്ച് കണ്ണിൽ നോക്കി ഭാര്യ സുന്ദരിയാണെന്നുള്ള ബോധ്യമൊന്നും ഉണ്ടാകണമെന്നില്ല. കാരണം ഒരു ചടങ്ങ് പോലെ കുറേ കുട്ടികളൊക്കെ ജനിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു വിരസമാകുന്ന കുടുംബജീവിത ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് വളരെ ഓപ്പണായിട്ട് ഞാൻ ആസാദിയുടെ പ്രഷർക്ക് വേണ്ടി പറയുകയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള, വേദപുസ്തകം പഠിപ്പിക്കുന്ന, യൗവനത്തിലെ ഭാര്യയിൽ രമിക്കട്ടെ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നെങ്കിൽ യൗവനത്തിലെ ഭാര്യ ഞാൻ മുൻപോട്ട് പറയുമ്പോൾ അതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ. അങ്ങനെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരോഗ്യകരമാകുന്ന ഒരു സ്ത്രീ പുരുഷ ബന്ധം, ഒരു കുടുംബജീവിതം വിവാഹത്തിനകത്ത് ഉണ്ടാകണം. എന്തിനു വേണ്ടി? ലെസ്റ്റിനെ അതിജീവിക്കുവാൻ. അപ്പോൾ അബ്സ്റ്റൈനിങ് അല്ല ലെസ്റ്റിനെ അതിജീവിക്കാനുള്ള മെത്തേഡെന്ന് പറഞ്ഞാൽ, മറിച്ച് വിവാഹത്തിനകത്തുള്ള ആരോഗ്യപരമാകുന്ന ബന്ധം, സുരക്ഷിതമാകുന്ന ശാരീരിക ബന്ധം, പുറത്തുള്ള ബന്ധങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇന്ന് സർക്കാർ പോലും പറയുന്നു. അങ്ങനെയുള്ള ആരോഗ്യകരമാകുന്ന ബന്ധം കുടുംബത്തിനകത്ത് ഉണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട കുടുംബജീവിതത്തിലെ ഒഴിച്ചുകൂടുവാനാവാത്ത ഇൻറ്റിഗ്രൽ പാർട്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ സ്ത്രീ പുരുഷ ബന്ധം അല്ലെങ്കിൽ ലൈംഗിക ബന്ധം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവരുടേതാകുന്ന ശാരീരിക ആവശ്യങ്ങളെ, അവരുടെ ഹൃദയത്തിലുള്ള ശരീരത്തിൻ്റെ ഇപ്രകാരമുള്ള ചേതനകളെ അവർ പൂർത്തീകരിക്കേണ്ടത്, അതിൻ്റെ അവർക്ക് സംതൃപ്തി ലഭിക്കേണ്ടത് കുടുംബത്തിനകത്ത് അവരുടെ ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്നാണെന്ന് വളരെ വ്യക്തമായിട്ട് കുരുതി ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്. അപ്പോൾ കുടുംബം ഉണ്ടാകണം, വിവാഹം അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ പലർക്കും വിവാഹമൊന്നും കഴിക്കണ്ട കേട്ടോ. കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുമുണ്ടാകുന്നു. പക്ഷേ എന്നെ കേൾക്കുന്ന, ആത്മികരായി ജീവിക്കണം, ദൈവത്തെ ഭയന്ന് ജീവിക്കണം, വചനമനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയുകയാണ്, വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ജീവിതത്തിലെ എല്ലാ പ്രാരബന്ധങ്ങളും കഴിഞ്ഞ് സെറ്റിലായി, പിന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ട്രെൻഡാണ് കേട്ടോ, നല്ല വണ്ണം സെറ്റിലായി സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിച്ച് ജോലി, വീട്, കാറ് ഇതൊക്കെ കിട്ടി
പെൻഷൻ പ്രായമാകുമ്പോൾ കല്യാണം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. നല്ല യങ് ഏജിൽ തന്നെ നിങ്ങൾ വിവാഹിതരാകുക. അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ ലെസ്റ്റിനെ അതിജീവിക്കാനുള്ള സ്ട്രഗിൾസ് ഒന്ന് കുറഞ്ഞു കിട്ടും. അതൊരു ബ്ലെസ്സിങ് ആണെന്ന് മനസ്സിലാക്കുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെയുള്ള ഒരു മൂത്ത ജ്യേഷ്ഠൻ എന്ന നിലയിൽ എൻ്റെ അഡ്വൈസാണ്. ഇനിയും വിവാഹം കഴിഞ്ഞ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം ഒരു ചടങ്ങായി പോകരുത്. കുടുംബജീവിതത്തിനകത്ത് വിവാഹത്തിനകത്തുള്ള ദാമ്പത്യ ബന്ധത്തിനുമൊക്കെയുള്ള പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കണം. അടുത്ത വാക്യങ്ങളിൽ പൗലോസ് അതാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ദ ഹസ്ബൻഡ് ഷുഡ് ഫുൾഫിൽ ഹിസ് മാരിറ്റൽ ഡ്യൂട്ടി ടു ഹിസ് വൈഫ് ആൻഡ് ലൈക്ക്വൈസ് ദ വൈഫ് ടു ഹർ ഹസ്ബൻഡ്. വളരെ കൃത്യമല്ലേ പൗലോസ് എന്താ പറയുന്നത്? ഭർത്താവ് വിവാഹത്തിലുള്ള തൻ്റെ മാരിറ്റൽ ഡ്യൂട്ടി, അതായത് തൻ്റേതാകുന്ന ആ ഒരു ഉത്തരവാദിത്വം, തൻ്റെ ഭാര്യയോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്വം, അത് ഭർത്താവ് പൂർത്തീകരിക്കണം. തിരിച്ച് ഭാര്യയും അപ്രകാരം തന്നെ പ്രവർത്തിക്കണം. പരസ്പരം അവർ പൂരകങ്ങളായിരിക്കണം. പൂരകം ഇൻ ദ സെൻസ് പരസ്പരം നിറയ്ക്കുന്നവർ, പരസ്പരം സാറ്റിസ്ഫൈ ചെയ്യുന്നവരായിട്ട് അവർ ജീവിക്കണം. ഇത് വിവാഹ ജീവിതത്തിലെ വലിയ ഉത്തരവാദിത്തമാണ്. പരസ്പരം അവർ എന്ത് ചെയ്യുക? പരസ്പരം സന്തോഷിപ്പിക്കുക, പരസ്പരം പൂരകമായി പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. പല കുടുംബങ്ങളിലും അങ്ങനെ നടക്കാത്തത് കൊണ്ടാണ് കുടുംബങ്ങൾ ശിഥിലമാകുന്നതും ഈ പറഞ്ഞതുപോലെ വിരസമാകുന്ന, നിർജീവമാകുന്ന കുടുംബങ്ങളായി പോകുന്നതും. പലപ്പോഴും പലരും ഈ പറഞ്ഞ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നതിനും കാരണം ഇതാണ്. ഹെൽത്തി ഫാമിലി റിലേഷൻഷിപ്പ്, ആരോഗ്യകരമാകുന്ന കുടുംബജീവിതം കുടുംബത്തിന് അകത്ത് ഇല്ല. അടുത്ത വാക്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ട വാക്യങ്ങളാണ്. അവിടെ പറയുന്നു, പുരുഷന് അവൻ്റെ ശരീരത്തിന്മേൽ ഭാര്യയ്ക്കാണ് അധികാരം, ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭർത്താവിനാണ് അധികാരം. എന്താ ഇതിൻ്റെ അർത്ഥം? ഇത് വളരെ പ്യുവറാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിൽ, ദാമ്പത്യത്തിൽ പരസ്പരം അവരുടെ സ്പൗസിൻ്റെ ശരീരം അവരുടെ ശരീരമാണ് എന്നുള്ള ഒരു വലിയ വെളിപ്പാടാണ് ഇതിനകത്തുള്ളത്. എത്ര പേർക്ക് ഇതൊക്കെ മനസ്സിലാകുന്നെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒത്തിരി കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമായിരുന്നു, അവർ സന്തോഷത്തോടുകൂടെ ജീവിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പ്രായമായി കഴിയുമ്പോൾ മക്കളൊക്കെ അല്പം വലുതായപ്പോൾ ഇനിയും കുഞ്ഞുങ്ങളൊക്കെ ആയി, ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ആത്മീക തെറ്റിദ്ധാരണയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ലെസ്റ്റിനെ അതിജീവിക്കാനുള്ള ചില മെത്തേഡ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അടുത്തതായിട്ട് പോലീസ് പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകേണ്ടതിന് മാത്രമേ വേർപിരിഞ്ഞിരിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അതായത് ഒരാൾ ഡിസൈഡ് ചെയ്യുക, ഭർത്താവ് ഡിസൈഡ് ചെയ്യുക, ഞാനൊരു 7 days ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. ആ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത് കുടുംബജീവിതത്തിൻ്റെതാകുന്ന ബന്ധങ്ങളിൽ നിന്നൊക്കെ, അതായത് ശാരീരിക ബന്ധത്തിൽ നിന്ന് പോലും ഞാൻ ഫാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഭക്ഷണത്തിൽ മാത്രമല്ല ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ പലതരത്തിലുള്ള തീരുമാനങ്ങളുണ്ട്. ഒരാൾ തീരുമാനിക്കുകയാണ്, അടുത്ത 7 ദിവസം, അടുത്ത 21 ദിവസം ഞാൻ എൻ്റെ സെക്ഷുവൽ ലൈഫിലും ഫാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ചിലർ അങ്ങനെ തീരുമാനിക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം പരസ്പര സമ്മതത്തോടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഭാര്യ ഒറ്റൊരു തീരുമാനം, അടുത്ത 21 ദിവസം ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യാൻ പോകുക, ഫാസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെക്ഷുവൽ ലൈഫിലും ഫാസ്റ്റിംഗ് ആയിരിക്കും. പക്ഷേ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പുള്ളി 21 ദിവസം പുള്ളി ഇങ്ങനെ ആകെപ്പാടെ വെരുക് നടക്കുന്നത് പോലെ നടക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് എഗ്രിബിളായിട്ടുള്ള ഒരു തീരുമാനമല്ല വൈഫ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് പരസ്പര സമ്മതത്തോടെ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭാര്യ സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കണം. ഞാൻ അടുത്ത 21 ദിവസം സെക്ഷുവലി ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളിൽ അബ്സ്റ്റെയിനായിട്ടിരിക്കും. അപ്പോൾ ഭർത്താവാണ് പെർമിഷൻ കൊടുക്കേണ്ടത്. കാരണം ഭർത്താവിനാണ് ഭാര്യയുടെ ശരീരത്തിന്മേൽ അധികാരമുള്ളത്. ആ പെർമിഷനോടുകൂടി ഭർത്താവ് പറയുകയാണ്, ഓക്കെ ഞാൻ 21 ദിവസം സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്തിരുന്നു കൊള്ളാം എന്ന് പരസ്പരം എഗ്രി ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, ഭാര്യ ഭർത്താക്കന്മാർ മാറിയിരിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
പിന്നെ 2 റൂമിൽ പോകുന്നതിനെക്കുറിച്ചല്ല, ഇറ്റ്സ് പ്യുവർലി ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഈ ഒരു പെർമിഷനോടുകൂടെ മാത്രമേ മാറിയിരിക്കുകയുള്ളൂ. മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞാൽ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞിട്ട് പിന്നെ ഇത്രയും ദിവസം നമുക്കിങ്ങനെയൊക്കെ കഴിയാൻ പറ്റിയില്ല, ഇനി നമുക്കിങ്ങനെ ജീവിച്ചേക്കാമെന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് വചനവിരുദ്ധമാണ്. ഇമ്മീഡിയറ്റ്ലി ദേ ഹാവ് ടു ഗെറ്റ് ബാക്ക് ഇൻ ടു ദെയർ ഫാമിലി ലൈഫ്. അവരുടെ കുടുംബത്തിൻ്റെ ആ ഒരു പൗലോസ് പറഞ്ഞ ആ ഒരു മാരിറ്റൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവർ തിരിച്ചു വരണം എന്നൊക്കെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പൗലോസ് പറഞ്ഞു തരണമെങ്കിൽ ഈ വിഷയം എത്ര ഗൗരവമുള്ളതാണ്. അതായത് കുടുംബജീവിതത്തിൽ, വിവാഹത്തിൻ്റെ ജീവിതത്തിൽ സെക്സിന് ഉള്ള പ്രാധാന്യം, അത് ദുർനടപ്പിനെ അതിജീവിക്കുവാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഞാൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. ക്രിസ്തീയ വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്മിറ്റ്മെൻറ്റാണ്. അവിടെ ലെസ്റ്റ് അല്ല വർക്ക് ചെയ്യുന്നത്, ലവ് ആണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരു ടെർമിനോളജി മുമ്പോട്ട് വെക്കുകയാണ്, ലെസ്റ്റ് വേഴ്സസ് ലവ്. എങ്ങനെയാണ് ലെസ്റ്റിനെ ജയിക്കേണ്ടത്? ലെസ്റ്റിനെ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉടമ്പടിയുടെ ഭാര്യ, നിങ്ങൾ സ്നേഹിക്കുന്ന മലാഖിയുടെ പ്രവചനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നിങ്ങളുടെ യൗവനത്തിലെ ഒരു ഉടമ്പടിയുടെ ഭാര്യ ഉണ്ടാകണം. യൗവനത്തിലെ ഭാര്യ ഞാൻ മുമ്പിലേക്ക് പറഞ്ഞു തരാം. അപ്പോൾ ലെസ്റ്റ് വേഴ്സസ് ലവ്, ഇതിൻ്റെ വ്യത്യാസം എന്താണ്? ലെസ്റ്റും ലവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു വചന വെളിപ്പാട് തന്നെ കിട്ടും. അതായത് ലൈംഗിക പാപങ്ങൾ ലെസ്റ്റ് എന്ന കാറ്റഗറിയിൽ പെടുമ്പോൾ, മറുഭാഗത്ത് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ശാരീരിക ബന്ധം ലെസ്റ്റ് അല്ല, അത് പ്യുവർ ലവ് ആണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധത്തിന്, ശാരീരിക ബന്ധത്തിന് ലവ് മേക്കിംഗ് അല്ലെങ്കിൽ ദ ആക്ട് ഓഫ് ലവ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ ആക്ട് ഓഫ് ലസ്റ്റ്. അത് ലെസ്റ്റിൻ്റെ ഒരു ആക്റ്റ് അല്ല. അതായത് ശരീരം ആഗ്രഹിക്കുന്നതിനെ തൃപ്തിപ്പെടുത്തുവാൻ കാണിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് ലവ്. ലവും ലെസ്റ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് പ്രിയമുള്ളവർ. ലെസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്നറിയാമോ? ലെസ്റ്റ് സ്വയത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കത്തുള്ളൂ. എനിക്ക് എൻ്റെ ശരീരത്തിനെ തൃപ്തിപ്പെടുത്തണം. അതുകൊണ്ടല്ലേ ഈ പറഞ്ഞ പല ഈ പറഞ്ഞ ലെസ്ഫുള്ളായിട്ടുള്ള ശാരീരിക ബന്ധങ്ങൾ പുലർത്തിവരും ഈ സെലിബ്രിറ്റീസൊക്കെ തന്നെ അല്ലേ, അവർ പിന്നീട് വന്നിട്ട് കേസ് കൊടുക്കുന്നത് എന്നെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ബന്ധം ഒരു റേപ്പായിട്ടാണ് തോന്നിയത്. കാരണം ദെയർ വാസ് നോ ലവ് ഇൻസൈഡ് ദാറ്റ് റിലേഷൻഷിപ്പ്. അതിനകത്ത് ലവ് ഇല്ലായിരുന്നു, ലെസ്റ്റേ ഉള്ളായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ആ പെൺകുട്ടി വന്നിട്ട് പരാതി പറയുകയാണ്, ഐ ഗോട്ട് റേപ്ഡ്, എന്നെ പീഡിപ്പിച്ചു അല്ലേ. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ചില ഭാഗങ്ങളിൽ, ചില വാർത്തകളിൽ നമ്മൾ കാണുന്നത് ഈ പെൺകുട്ടികൾ പറയുന്നു അതികഠിനമായിട്ട് ശാരീരികമായിട്ടുള്ള വേദനകൾ അവർക്ക് സഹിക്കേണ്ടി വന്നു. കാരണം എന്താ? ആ വ്യക്തിയോട് തനിക്ക് ശരീരത്തിന് വേദനയുണ്ട്, അല്ലെങ്കിൽ താൻ ഈ ആക്ട് എൻജോയ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കൂടുതൽ അഗ്രസീവായിട്ട് തൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായിട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൊക്കെ നമ്മൾ ചിലരെക്കുറിച്ചൊക്കെ കേട്ടു. എന്താ ഇതിൻ്റെ കാരണം? ഇവിടെ വർക്ക് ചെയ്യുന്നത് ലെസ്റ്റാ, ലവ് അല്ല. ലെസ്റ്റ് എപ്പോഴും തനിക്ക് വേണ്ടി മാത്രമേ ചിന്തിക്കത്തുള്ളൂ. തൻ്റെ ശരീരത്തിൻ്റെ തൃപ്തി താൻ മനസ്സിൽ കാണുന്നു അല്ലേ. ലെസ്റ്റിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് മനസ്സിൽ ആണ് ലെസ്റ്റ് വളർന്നു വന്ന് ആ പാപം ചെയ്യുന്നത്. ഒരു ലെസ്റ്റോടുകൂടെ ഒരു വ്യക്തി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിക്ക് ആ ലെസ്റ്റ്ഫുള്ളായിട്ടുള്ള ലൈംഗിക ചിന്തകൾ അകത്ത് പ്രചോദനം നൽകണമെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഉദാഹരണത്തിന് ഒരു പെൺകുട്ടിയെക്കുറിച്ച്, ഒരു സ്ത്രീയെക്കുറിച്ച്, മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെക്കുറിച്ച് ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് ആ ലെസ്റ്റ് അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ ഒന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്. ഒരു മാന്യനാകുന്ന ആത്മീകനാകുന്ന ഒരു വ്യക്തി ലെസ്റ്റിന് വേണ്ടി തൻ്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ വ്യക്തി എന്താ ചെയ്യുന്നത്? ആ ലെസ്റ്റ്ഫുള്ളായിട്ട് തിങ്കിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സഹശുശ്രൂഷകൻ്റെ ഭാര്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാസ്റ്ററുടെ ഭാര്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസിയുടെ ഭാര്യ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസിയുടെ കൊച്ചു പെൺകുട്ടി, ആ പെൺകുട്ടിയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ലെസ്റ്റോടുകൂടെ ചിന്തിച്ച്
അവൻ്റെ ആ ഒരു 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 എന്താ പറയുന്നത്, ലൈംഗികമാകുന്ന ആ ചേതനയെ ഗ്രാറ്റിഫൈ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ, യേശു കർത്താവ് മാത്യുവിൽ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ അവൻ വ്യഭിചാരം ചെയ്യുമ്പോൾ ഈ അകത്ത് കൊണ്ടുവന്ന ആ വ്യക്തിയെ ഒരു ഒബ്ജക്റ്റായി കാണുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വ്യക്തി എന്ന ഡിഗ്നിറ്റിയൊക്കെ അവിടെ പോയി. എൻ്റെ പാസ്റ്ററുടെ ഭാര്യ എന്ന ഡിഗ്നിറ്റി അവിടെ പോയി. ആ സ്ത്രീ, ആ പെൺകുട്ടി, അവൾ ഒരു ഒബ്ജക്റ്റ് അല്ല. അവൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയത്തില്ലേ, ചരക്കെന്ന് പറയത്തില്ലേ, ഒരു വസ്തു അല്ലേ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പണ്ട് കാലത്തൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ. പെൺകുട്ടികളെക്കുറിച്ച് ചെറുക്കന്മാർ പറയുന്ന പദങ്ങൾ ഒരു ഒബ്ജക്റ്റായിട്ട്, ഒരു വസ്തുവായിട്ട്, ഒരു ചരക്കായിട്ടൊക്കെ പറയുന്ന പദങ്ങൾ കേട്ടിട്ടില്ല. അത് ലെസ്റ്റിൻ്റെ ഒരു ഔട്ട്കമ്മാണ്. അപ്പോൾ ഈ ലെസ്റ്റ്ഫുള്ളായിട്ട് ചിന്തിക്കുന്ന, ആത്മീകനാകുന്ന, പാസ്റ്ററാകുന്ന, ദൈവമകനാകുന്ന, ദൈവമകളാകുന്ന, പ്രവാചകനാകുന്ന, പ്രവാചകിയാകുന്ന, അപ്പോസ്തോലനാകുന്ന ഈ വ്യക്തി, ഈ സഹോദരൻ, ഈ സഹോദരി ഒരു പുരുഷനെ, ഒരു സ്ത്രീയെ തൻ്റെ മനസ്സിൻ്റെ അകത്ത് കൊണ്ടുവരുമ്പോൾ തൻ്റെ ചർച്ചിലെ വിശ്വാസിയുടെ മകൾ എത്ര റെസ്പെക്റ്റോട് കൂടെ കാണേണ്ട ഒരു കുട്ടിയാണ്, മകളെപ്പോലെ കാണേണ്ട ഒരു കുട്ടിയാണ്. പക്ഷേ അതെല്ലാം അങ്ങ് പോയി, അതെല്ലാം കാറ്റിൽ പുറത്തിയിട്ട് ആ ഡിഗ്നിറ്റി ഒന്നുമില്ലാതെ, ആ ആദരവൊന്നും ആ വ്യക്തിക്ക് കൊടുക്കാതെ, ആ വ്യക്തി ആസ് എ പേഴ്സൺ അല്ലേ, ഓരോ വ്യക്തിക്കും കിട്ടേണ്ട ഒരു ബഹുമാനമുണ്ട് പ്രിയമുള്ളവരെ. ഒരു പെൺകുട്ടിക്ക് നമ്മൾ അല്ലേ, ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ലെസ്റ്റ് നമ്മുടെ ഹൃദയത്തെ കീഴടക്കുമ്പോൾ ആ റെസ്പെക്റ്റിനെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് നമ്മളെ ഒരു ഗോവിന്ദച്ചാമിയാക്കി മാറ്റുക എന്നതാണ് സംഭവിക്കുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഗോവിന്ദച്ചാമിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത അന്ന് അദ്ദേഹത്തിൻ്റെ കേസൊക്കെ അന്വേഷിച്ച റഷീദോ എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസറാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് നമുക്കൊക്കെ സങ്കടം വരുന്ന ഒരു സെൻറ്റൻസ്. ഗോവിന്ദച്ചാമി പറഞ്ഞത് എന്താണെന്നറിയാം, ആ പെൺകുട്ടി അല്ലേ, ആ വധിക്കപ്പെട്ട, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിക്കുവാൻ ഗോവിന്ദച്ചാമിക്ക് കിട്ടിയ അവസരത്തെക്കുറിച്ച് ഗോവിന്ദച്ചാമി ആ പോലീസുകാരനോട് പറഞ്ഞത്, സാറേ പാൽപ്പായസം കിട്ടിയാൽ ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? ഗോവിന്ദച്ചാമി എന്ന നരാധമന് ആ പെൺകുട്ടി ഒരു പാൽപ്പായസമാണ്. ആ വ്യക്തി എന്ന ഡിഗ്നിറ്റി അവിടെയില്ല, ഒരു പെൺകുട്ടിയോട് കാണിക്കേണ്ട ആദരവ് അവിടെയില്ല. സംബഡി എൽസ് ഡോട്ടർ, മറ്റാരുടെയോ മകളെന്ന ബഹുമാനമില്ല, മറ്റാരുടെയോ ഭാര്യ എന്ന ബഹുമാനമില്ല. ഇതെല്ലാം കാറ്റിൽ പറത്തി നമ്മുടെ ഹൃദയം ലെസ്റ്റ് കൊണ്ട് നിറഞ്ഞിട്ട് നമ്മുടെ ഹൃദയം എന്തായിരിക്കുന്നു? അകത്ത് ഒരു ഗോവിന്ദച്ചാമി എഴുന്നേറ്റ് നിൽക്കുന്നു. ഞാൻ സത്യം പറയാം, നമ്മുടെ അകത്തൊക്കെ, നമ്മുടെ പലരുടെയും അകത്തും ഒരു ഗോവിന്ദച്ചാമി ഉണ്ടെന്നുള്ളതാണ് സത്യം, ഒരു മൃഗം ഉണ്ടെന്നുള്ളതാണ് സത്യം. ഇതിനെ ജയിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, കീഴടങ്ങട എന്ന് പറഞ്ഞ് അടിച്ച് ഒതുക്കിയാൽ ഇത് കീഴടങ്ങുകയില്ല. ബൈബിൾ വെച്ചിരിക്കുന്ന മെത്തേഡ് ഓരോരുത്തരും ദുർനടപ്പ് നിമിത്തം, അതായത് ദുർനടപ്പ് കണ്ടമാനം കൂടുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ചുറ്റുമൊത്തിരി കാണുന്നു. സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ് ഉണ്ടാകട്ടെ, ആ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ പരസ്പരം അവർ സന്തോഷിപ്പിക്കട്ടെ. ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ കുടുംബജീവിതത്തിൽ ഭർത്താവിനോ ഭാര്യയോ തൻ്റെ ജീവിത പങ്കാളിയെ, പ്രത്യേകിച്ചും പല കേസുകളിലും ആളുകൾ പകരം വീട്ടുന്നത്, ഒരുപക്ഷെ ഭാര്യമാർ പകരം വീട്ടുന്നത്, ഭർത്താക്കന്മാർ എനിക്കറിയില്ല അങ്ങനെ പകരം വീട്ടുപോകുന്നു. കൂടുതലും ഭാര്യമാരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവർ ഭർത്താക്കന്മാരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്ന് പകരം വീട്ടുന്ന അനുഭവങ്ങളൊക്കെ പല കുടുംബങ്ങളിലും നമ്മൾ ഈ കൗൺസിലിംഗൊക്കെ നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ, കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളല്ല കുടുംബത്തിലുണ്ടാകേണ്ടത്. പ്രാർത്ഥനയ്ക്കല്ലാതെ മാറിയിരിക്കാതെ അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യകരമാകുന്ന ലൈംഗിക ജീവിതം എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകണം. ലെസ്റ്റ് സ്വയത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നു. പക്ഷേ ലവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? ഈ 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായമാണ് സ്നേഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നത്. ആ വാക്കുകളെല്ലാം നമ്മൾ പഠിച്ചിട്ട് ലെസ്റ്റിന് വിപരീതമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കണം. വലിയൊരു സബ്ജക്റ്റാണ് അത്. അത്രയും എനിക്ക് ഇന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഓടിച്ച് ഒന്ന് പറയാം. ലവിൻ്റെ പ്രത്യേകത, ഐ ആം ടോക്കിംഗ് അബൌട്ട് ലവിൻ്റെ പ്രത്യേകത. ഞാൻ പറയുന്നത് ലെസ്റ്റും ലവും തമ്മിലുള്ള ഒരു എതിർവാദമാണ് കേട്ടോ. ലെസ്റ്റ് വേഴ്സസ് ലവ്. ലവിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ലവ് ഈസ് പേഷ്യൻ്റ്. ലെസ്റ്റിന് ഒരു പേഷ്യൻസും ഇല്ല കേട്ടോ. ലെസ്റ്റ് കാത്തിരിക്കത്തില്ല. ലെസ്റ്റ് അഗ്രസീവാണ്. ലെസ്റ്റ് ബലമായി പിടിച്ചെടുക്കുവാൻ ശ്രമിക്കും. പക്ഷേ ലവ് സ്നേഹത്തോടുകൂടെ കാത്തിരിക്കും. ലവ് ഈസ് കൈൻഡ്. ലവ് ദയോടുകൂടിയാണ്. പങ്കാളിയുടെ ശരീരത്തെ
കടിച്ചു കീറുന്നത് ലസ്റ്റാണ് കേട്ടോ. കാരണം നമ്മൾ കേട്ടിട്ടുള്ള പല കഥകളിലും, പല ബലാത്സംഗ കഥകളിലും, പല സെലിബ്രിറ്റീസ് ചെയ്ത ഈ പറഞ്ഞ ലസ്റ്റ്ഫുള്ളായിട്ടുള്ള ആക്റ്റിലും പരാതിപ്പെട്ട പെൺകുട്ടികൾ പറഞ്ഞു, എൻ്റെ ശരീരത്തെ ആകപ്പാടെ നശിപ്പിച്ചു. അതായത് ശരീരത്തോട് ഒരു ഡിഗ്നിറ്റിയും ഇല്ലാതെ പെരുമാറി, ദയവില്ലാതെ പെരുമാറി. ഇത് ലസ്റ്റിൻ്റെ പ്രത്യേകതയാണ്. പക്ഷേ ലവ് അത് കൈൻഡായിട്ട് മാത്രം ബിഹേവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ലസ്റ്റ് വേഴ്സസ് ലവ് എന്ന ആശയത്തിന് വേണ്ടി ഞാൻ ഈ കുരുതി ലേഖനത്തിലെ കുറേ വാക്യങ്ങൾ എടുക്കുന്നു എന്ന് മാത്രം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ലവ് ഉണ്ടെങ്കിൽ, ഇഫ് ദർ ഈസ് ലവ്, പ്യുവർ ലവ് ഉണ്ടെങ്കിൽ പേഷ്യൻസ് ഉണ്ടാകും, ദയവുണ്ടാകും, പങ്കാളിയുടെ ശരീരത്തോട് നിങ്ങൾക്ക് ആദരവും നിങ്ങൾക്ക് ദയവും ഉണ്ടാകും. മുറിവേൽപ്പിക്കുവാനല്ല നിങ്ങൾ ശ്രമിക്കുന്നത്, മറിച്ച് നിങ്ങൾ സ്നേഹത്തോടുകൂടെ, സഹാനുഭൂതിയോടുകൂടെ, ദയവോടുകൂടെ പെരുമാറും. അസൂയയില്ല. ലെസ്റ്റിൻ്റെ അകത്ത് അസൂയയുണ്ട് കേട്ടോ. ലെസ്റ്റിൻ്റെ അകത്തുള്ള അസൂയയാണ് നമ്മൾ മനസ്സിൻ്റെ അകത്ത് കൊണ്ട് നടക്കുന്ന സ്ത്രീയെ മറ്റൊരുത്തൻ പ്രാപിച്ചു അല്ലെങ്കിൽ മറ്റൊരുത്തൻ വിവാഹം കഴിച്ചു എന്ന് കേട്ടാൽ അവനെ കൊല്ലാൻ പോകുന്ന അസൂയയുടെ ആത്മാവ്, അത് ലെസ്റ്റിൻ്റെ അകത്തുള്ളതാണ്. അത് നിഗളിക്കുന്നില്ല, അത് അഹങ്കരിക്കുന്നില്ല. ഏത്? സ്നേഹം കേട്ടോ. എന്നിട്ട് ഡിസോണർ ചെയ്യുന്നില്ല, അനാദരവ് കാട്ടുന്നില്ല. അടുത്ത വാക്യം, ഇറ്റ് ഈസ് നോട്ട് സെൽഫ് സീക്കിങ്. അതായത് അത് സ്വയത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, സെൽഫിഷ് അല്ലെന്നർത്ഥം. ലെസ്റ്റ് എപ്പോഴും സെൽഫിഷാണ്. ലെസ്റ്റ് തൻ്റെ ആവശ്യങ്ങൾ, തൻ്റെ നീഡ്, അതിനുവേണ്ടി ഒരു ഒബ്ജക്റ്റ് പോലെ ജീവിത പങ്കാളിയെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഇണയെ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം, മൃഗതുല്യമായ സ്വഭാവം. എന്നാൽ ലവ് അങ്ങനെയല്ല. ലവ് സെൽഫ് സീക്കിംഗ് അല്ല. ലവ് ഈസ് ഓൾവേസ് ഗിവിങ്. കൊടുക്കുക എന്നുള്ളതാണ്. പ്രാപിക്കുക എന്നതും നേടുക എന്നതും അല്ല കുടുംബജീവിതത്തിൽ ലവ്, ആക്ട് ഓഫ് ലവ് നടക്കുമ്പോൾ സംഭവിക്കുന്നത്. മറിച്ച് അത് കൊടുക്കുക എന്നതാണ്, അല്ലെങ്കിൽ സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് യഥാർത്ഥ കുടുംബജീവിതത്തിലെ സ്ത്രീ പുരുഷ ബന്ധം എന്നുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ലവും ലെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നല്ല കുടുംബജീവിതത്തിൽ സ്നേഹം അത് വർദ്ധിച്ചു വരും കേട്ടോ. അത് കൂടുതൽ ഡീപ്പറായി മാറും. ലെസ്റ്റ് ടെമ്പററിയാണ്. ഈ ലെസ്റ്റ് ടെമ്പററിയാണ്. വേദപുസ്തകത്തിൽ അതിനൊരു ഉദാഹരണമുണ്ട്. ദാവീദിൻ്റെ മകൻ, അവൻ്റെ പേരെന്തായിരുന്നു? അമ്നോൻ അല്ലേ? അമ്നോൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അബ്ശാലോമിൻ്റെ സഹോദരിയെ മോഹിച്ചു, എന്നിട്ട് അവളെ പ്രാപിക്കാൻ ശ്രമിച്ചു. കഥകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. പനി അഭിനയിച്ച് കിടന്നിട്ട് അവളെ റൂമിലേക്ക് വിളിച്ചു വരുത്തി, എനിക്ക് സേവ് ചെയ്യാൻ അവളെ വേണമെന്ന് പറഞ്ഞ് അവളെ അതിക്രമമായിട്ട് അവളെ പ്രാപിച്ചു, ബലാത്സംഗം ചെയ്തു. ആ പെൺകുട്ടി കരയുന്നുണ്ട്. നമ്മുടെ അപ്പനോട് ചോദിച്ചാട്ട് എന്നെ നിനക്ക് ഭാര്യയായിട്ട് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവന് ലവ് ഇല്ല. അവൻ ആ പെൺകുട്ടിയോട് ലവ് ഇല്ല. ഉള്ളത് ലെസ്റ്റാണുള്ളത്. അവൻ്റെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുവാൻ സ്വാർത്ഥമായി ചിന്തിക്കുന്ന, ആക്രമിച്ച് കീഴടക്കുന്ന, ഒട്ടും ക്ഷമയില്ലാത്ത ഒരു ലെസ്റ്റ്ഫുള്ളായിട്ടുള്ള വ്യക്തിയാണ് ഈ അമ്നോൻ എന്ന് പറയുന്ന ആ ദാവീദിൻ്റെ മകൻ. അവിടെ പറയുന്നു, ആ ഒരു ആക്ട് കഴിഞ്ഞ ശേഷം അവൻ അവളെ വെറുപ്പായി, അവളെ മുറിയിൽ നിന്ന് തള്ളി പുറത്തിറക്കി. കാരണം അവൻ്റെ ലെസ്റ്റ് എന്ന് പറയുന്ന ആ വികാരം അത് ടെമ്പററിയായ ചേതനയാണ്. പിന്നെ അവന് സ്നേഹമൊന്നുമില്ല. അതാണ് ഈ ആക്ട് ഓഫ് ലെസ്റ്റിൻ്റെ പ്രശ്നം. അതാണ് ഈ ലിവിങ് ഇൻ റിലേഷൻഷിപ്പിൻ്റെയൊക്കെ പ്രശ്നം. ദർ ഇസ് നോ ലവ്, ദർ ഇസ് ഓൺലി ലെസ്റ്റ്. ഒത്തിരി റിലേഷൻഷിപ്പ് അല്ലേ, ഒരു വൺ ഡേ സ്റ്റേ എന്നൊക്കെ പറയത്തില്ല, വഴി കണ്ടു ഒന്നിച്ച് താമസിക്കുന്ന ഈ കാലഘട്ടത്തിലെ പ്രതിഭാസങ്ങളൊക്കെ ഇല്ലേ, അതിനകത്തൊന്നും ലവ് ഇല്ല, ലെസ്റ്റേ ഉള്ളൂ. ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്നു. കുറേ കഴിയുമ്പോൾ ഇത് ടെമ്പററിയാണ്. ലെസ്റ്റ് ആ ഒരു 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 എന്താ പറഞ്ഞ അകത്തു നിന്നുള്ള ആ ഒരു വികാരം സെറ്റിലാകും. ഇനി ലെസ്റ്റ് തോന്നുന്നത് മറ്റൊരു വ്യക്തിയോടാകാം, ആ ഒരു വ്യക്തിയുടെ പുറകെ പോകുന്നു. പക്ഷേ ലവ് അങ്ങനല്ല. കുടുംബജീവിതത്തിലെ ലവ് കാലങ്ങൾ കഴിയും തോറും അത് വർദ്ധിച്ച് വരികയാണ്. 10 വർഷം, 20 വർഷം, 30 വർഷം, 50 വർഷമൊക്കെ കഴിയുമ്പോൾ കുടുംബജീവിതത്തിലെ സ്നേഹം വർദ്ധിക്കുകയാണ്. അവിടെ ആക്ട് ഓഫ് ലവ് ആണ് സംഭവിക്കുന്നത്, ലെസ്റ്റ് അല്ല. അതുകൊണ്ട് വളരെ ഈ ദേവദാസന്മാരൊക്കെ പലപ്പോഴും ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത്, വർഷങ്ങൾ കഴിയുന്തോറും കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഫിസിക്കൽ എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു സ്പിരിച്വൽ തലത്തിലേക്ക് അങ്ങ് വളരും. എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മീയ അനുഭവങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ കുടുംബജീവിതം, അവരുടെ ലൈംഗിക ബന്ധം എല്ലാം
ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിട്ട് മാറുവാനിടയായിത്തീരും. അതാണ് ലവിൻ്റെ പ്രത്യേകത. സ്നേഹം നിലനിൽക്കുന്നതാണെന്നർത്ഥം. സ്നേഹം ടെമ്പററി അല്ല, സ്നേഹം തണുത്തു പോകുന്നതല്ല, സ്നേഹം വർദ്ധിച്ച് വരുന്നതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. അപ്പോൾ കുടുംബജീവിതത്തിനകത്തെ ആഴത്തിലുള്ള സ്നേഹം, ദിനം പ്രതി വർദ്ധിക്കുന്ന സ്നേഹം ലസ്റ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. മലാഖി 2-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് ഈ ഭാഗം ഞാൻ നിർത്തുകയാണ്. മലാഖി 2:14 പറയുന്നത്, നിൻ്റെ യൗവനത്തിലെ ഭാര്യ നിൻ്റെ ഉടമ്പടിയുടെ ഭാര്യ. ഈ വചനം പലപ്പോഴും വിവാഹ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഉടമ്പടി എടുക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഒരു സ്ക്രിപ്ചറൽ ഒരു എവിഡൻസായിട്ട് കവനൻറ്റ് റിലേഷൻഷിപ്പിന്, ഉടമ്പടി ബന്ധത്തിന് ഒരു എവിഡൻസായിട്ടൊക്കെ ഈ വചനം പറയും. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് സാധാരണ ദേവദാസന്മാർ പറയുന്നത് കേൾക്കാറില്ല. ഇവിടെ ദൈവം പറയുന്നത് നിങ്ങളുടെ ബലികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധന ഞാൻ പ്രസാദിക്കാത്തതിൻ്റെ കാരണം ദൈവം പറയുക കേട്ടോ. ദൈവം എന്തുകൊണ്ടാണ് ഇവരുടെ പല പ്രവർത്തികളിലും ദൈവം പ്രസാദിക്കാത്തതെന്ന് പറയുകയാണ്. യെറ്റ് യു ask why. It is because the Lord has been a witness between you and the wife of your youth, against whom you have broken faith, though she is your companion and your wife by covenant. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ യൗവനത്തിലെ ഭാര്യയുമായിട്ടുള്ള നിങ്ങളുടെ ഉടമ്പടി നിങ്ങൾ ലംഘിച്ചു, അവളോട് നിങ്ങൾ ഫെയ്ത്ത്ഫുൾ അല്ലാത്തതുകൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ നിങ്ങളുടെ ഈ പറഞ്ഞ വർഷിപ്പിലോ ആരാധനയിലോ പ്രസംഗത്തിലോ നമ്മുടെ ഭാഷയിൽ നിങ്ങളുടെ ഈ ആത്മീക നാടകത്തിലൊന്നും ഞാൻ പ്രസാദിക്കത്തില്ല. വളരെ രസകരമായി ഇരിക്കുന്നില്ലേ? നിങ്ങളുടെ ബലിപീഠങ്ങൾ, നിങ്ങൾ കരയുന്നു, നിലവിളിക്കുന്നു, ഓഫറിങ് കൊണ്ടുവരുന്നു, ഇതിലൊന്നും എനിക്ക് പ്രസാദമില്ലാത്തതിൻ്റെ കാരണം ദൈവം പറയുന്നു, നിൻ്റെ യൗവനത്തിലൊരു ഭാര്യയുണ്ട് കേട്ടോ, അവളെ ഇന്ന് നിനക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇത് പല കുടുംബങ്ങളിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. വിവാഹം കഴിക്കുന്ന സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ ചക്കരെ തേനെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് നടക്കും. കുറേ കഴിയുമ്പോൾ ഈ സഹോദരി 2 കുഞ്ഞുങ്ങളായി, ശരീരത്തിൻ്റെ ഷേപ്പൊക്കെ മാറി, ആരോഗ്യം കുറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മുടെ ഭാര്യ കുറേ പ്രായമായിരിക്കുന്നു, പിന്നെ നമ്മുടെ കണ്ണിന് ആനന്ദമായിട്ട് തോന്നത്തില്ല. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ മനസ്സിൻ്റെ അകത്ത്, പുറമേ ഒന്നും കാണത്തില്ല കേട്ടോ, നമ്മളൊന്നും അത്ര പുറമേ പോയി പല ബന്ധങ്ങളുണ്ടാക്കുന്നവരില്ല. മനസ്സിൻ്റെ അകത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മൾ കവനൻ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്നു, കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നു. കമ്മിറ്റ്മെൻ്റ് എന്ന പദം ഭാര്യയോട്, യൗവനത്തിലെ ഭാര്യയോട്, ആരാണ് നിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിൻ്റെ കൈപിടിച്ചത്, നീയുമായിട്ട് ഉടമ്പടി ചെയ്തത്, നീയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടത്, ആ ഭാര്യയോട് നിൻ്റെ 90-ാം വയസ്സിലും നിനക്ക് ഒരു വലിയ വിശ്വസ്തതയുണ്ടാകണം. ആ കമ്മിറ്റ്മെൻറ്റ്, ആ കവനൻറ്റിൽ നീ ഉറച്ചു നിൽക്കണം. മാത്രമല്ല, അവളുടെ ശാരീരിക സൗന്ദര്യമൊക്കെ പോയാലും അവൾ നിൻ്റെ ഉടമ്പടിയുടെ കവനൻറ്റിൻ്റെ ഭാര്യയാകയാൽ അവളോട് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണമെന്നാണ് മലാഖി പറയുന്നത്. 15-ാമത്തെ വാക്യം, ഹാസ് നോട്ട് ദ ലോർഡ് മേഡ് ദം വൺ. ദൈവം നിങ്ങളെ ഒന്നാക്കിയതല്ലേ. You belong to him in body and spirit. And what does the one God seek? Godly offsprings. So be on your guard and do not be unfaithful to the wife of your youth. അന്ന് കാലത്ത് ബഹുഭാര്യത്വമുള്ള സമയങ്ങളാകട്ടോ. അന്ന് കാലത്ത് ഇഷ്ടഭാര്യയുണ്ട്. അന്ന് കാലത്ത് പഴയ ആദ്യത്തെ ഭാര്യയ്ക്ക് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ, അബ്രഹാമൊക്കെ വിവാഹം കഴിച്ചപോലെ മറ്റ് സ്ത്രീകളെ വിവാഹം കഴിച്ച അനുഭവങ്ങളുണ്ട്. പക്ഷേ പറയുകയാണ്, നിൻ്റെ യൗവനത്തിലെ ഭാര്യ, നീയുമായിട്ട് ഉടമ്പടി ചെയ്ത നിൻ്റെ ഭാര്യ, അവളോട് നീ കമ്മിറ്റ്മെൻറ്റോടുകൂടെ കഴിയണം. ഇതാ ദൈവത്തിൻ്റെ പ്രമാണമെന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ബഹുഭാര്യത്വമില്ല. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരൊറ്റ വ്യക്തിയുമായിട്ട് മാത്രം മരണം നിമിത്തമല്ലാതെ വേർപിരിക്കുവാൻ കഴിയാത്തൊരു ബന്ധത്തിൽ, ഒരു കവനൻറ്റിൽ നമ്മൾ ഏർപ്പെടുകയാണ്. ആ കവനൻറ്റിൻ്റെ, ആ ഉടമ്പടിയുടെ പ്രത്യേകത, പ്രായം കൂടിയാലും ഭർത്താവെ, ഭാര്യയെ, നിങ്ങളുടെ സ്പൗസിൻ്റെ സൗന്ദര്യം മാറാം, ആ വ്യക്തിയുടെ ആരോഗ്യത്തിനൊക്കെ വ്യത്യാസമുണ്ടാകാം. പക്ഷേ കുടുംബജീവിതത്തിൽ എങ്ങനെ ആദ്യ നാളുകളിലായിരുന്നുവോ അതുപോലെ പരസ്പരം സ്നേഹിക്കുകയും ശരീരം കൊണ്ട് പരസ്പരം നിങ്ങൾ ഉത്തരവാദിത്തങ്ങളെ നിർവഹിക്കുകയും ചെയ്യണം. ഇതാണ് വേദപുസ്തകം നമ്മെ
പഠിപ്പിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞു, ദീർഘമായി പോയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് ചില പാഠങ്ങൾ പഠിപ്പിച്ച് പങ്കുവച്ച ഒരു പാഠഭേദമാണ് അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.